ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ അടുത്ത റെസിപ്പി ബീഫ് കറിയാണ്. വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ ഈസിയിലും നമുക്കൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് വരെ ഒരല്പം ഉപ്പൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നമ്മുടെ ഉള്ളിയിൽ ഇതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതായി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ബീഫിൻ്റെ വെള്ളത്തോട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് വെന്തൊരു ബീഫാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഈ കറി. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് കറി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കറിയൊക്കെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.